Hello everyone, welcome to MLT Academy. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്തത് അമിനോ ആസിഡ് ക്രോമറ്റോഗ്രാഫി ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷുഗർ ക്രോമറ്റോഗ്രാഫി. It is used to separate various carbohydrate compounds present in urine. So sugar chromatography is usually indicated in the following condition. നമ്മൾ നേരത്തെ അമിനോ ആസിഡ് ക്രോമറ്റോഗ്രാഫി പറഞ്ഞ പോലെ എസൻഷ്യൽ പെൻറ്റോസ്യൂറിയ, സൂക്രോസ്യൂറിയ, ഫ്രക്ടോസ് ഇൻടോളറൻസ്, ഗാലക്ടോസീമിയ. ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ യൂഷ്വലി ദിസ് ഷുഗർ ക്രോമറ്റോഗ്രാഫി നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ബെനഡിക്ട് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ്യൂസിങ് ഷുഗർ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. പക്ഷേ റെഡ്യൂസിങ് ഷുഗർ ഏതാണ് എന്ന് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒസസോൺ ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഒസസോണിൽ ഫ്രക്ടോസിനും സൂക്രോസിനും ഗ്ലൂക്കോസിനും ഒരേ ടൈപ്പ് പാറ്റേൺ ആണ്. അതുപോലെ തന്നെ അത് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗാലക്ടോസിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഓസസോണൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രോപ്പർ വേ ഓഫ് ഡിറ്റക്ടിങ് ഈച്ച് കാർബോഹൈഡ്രേറ്റ്സ് especially seen in inborn error in metabolism such as galactosemia, fructose intolerance, അല്ലെങ്കിൽ ലാക്ടോസീമിയ ഉണ്ട്, ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ ക്രോമറ്റോഗ്രാഫി ഷുഗർ ക്രോമറ്റോഗ്രാഫി ഉപയോഗിച്ച് നമുക്ക് ഷുഗേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാം. അഗെയിൻ പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞതിന് പറഞ്ഞ പോലെ തന്നെ യാതൊരു മാറ്റവുമില്ല. ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഷുഗർ ക്രോമറ്റോഗ്രാഫി ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ്. ദിസ് ഇസ് വെരി സിമ്പിൾ. അമിനോ ആസിഡിന് പകരം ഷുഗർ എന്ന് പറഞ്ഞ് ആഡ് ചെയ്താൽ മതി. സോ പാർട്ടീഷൻ കോഎഫിഷ്യന്റ് when a compound is mixed into immiscible solvent, the compound will distribute itself in both phases till it reaches equilibrium. At equilibrium, the ratio between concentration of substance in phase A, that compound in phase A, to compound in to the concentration of substance in phase B will be a constant. That is called the partition coefficient. The key fact is the partition coefficient of a sugar is unique for a particular solvent system. Galactose ഒന്നായിരിക്കും, ഫ്രക്ടോസിന് ഒന്നായിരിക്കും, ഗ്ലൂക്കോസിന് ഒന്നായിരിക്കും. എല്ലാത്തിനും ഒരേ ഇത് വരത്തില്ല. വളരെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പേപ്പർ ക്രോമറ്റോഗ്രാഫി, തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി, HPLC, ഈ 3 മോഡുകളാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി അമിനോഗ്രാമിനും ഇതിനും യൂസ് ചെയ്യുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫിയിൽ വി ഹാവ് ടു കീപ്പ് എ ടെമ്പറേച്ചർ ഓഫ് 200 to 250 ഡിഗ്രി സെൽഷ്യസ്. ആ ടെമ്പറേച്ചറിൽ ഒരിക്കലും ഷുഗറോ അല്ലെങ്കിൽ അമിനോ ആസിഡ്സോ വിസ്റ്റാൻഡ് ചെയ്യത്തില്ല. നൗ സോൾവെന്റ് സിസ്റ്റം, ഇഷ്ടംപോലെ സോൾവെന്റ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. യൂഷ്വലി ഷുഗർ ക്രോമറ്റോഗ്രാഫി നമുക്ക് എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കുമ്പോൾ ഷുഗർ ക്രോമറ്റോഗ്രാഫിക്ക് എന്താണ് അമിനോഗ്രാമിൽ നിന്ന് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെന്റ് സിസ്റ്റവും ഒരു ഡിറ്റക്ഷൻ മെത്തേഡൊക്കെയാണ്. സോ ഈഥൈൽ അസറ്റേറ്റ് പൈറിഡിൻ വാട്ടർ ഇൻ ദ റേഷ്യോ 120:50:40. ദെൻ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐസോപ്രൊപ്പനോൾ ഈസ് ടു വാട്ടർ. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഐസോപ്രൊപ്പനോൾ വാട്ടർ ഇൻ ദ റേഷ്യോ 160:40. ദെൻ ബ്യൂട്ടനോൾ പൈറിഡിൻ വാട്ടർ ഇൻ ദ റേഷ്യോ ഓഫ് 80:60:40. അപ്പ് ടു ദിസ് ഐസോപ്രൊപ്പനോൾ വാട്ടർ ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പൈറിഡിൻ അല്ലെങ്കിൽ വാട്ടർ നമ്മൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൈറിഡിൻ ആൻഡ് വാട്ടർ വിൽ ആക്ട് ആസ് polar stationary phase. Again, this is a kind of polar liquid chromatography. And butanol അല്ലെങ്കിൽ ഐസോപ്രൊപ്പനോൾ ആയിട്ടുള്ള ആൽക്കഹോൾസ് വിൽ ബി ആക്ട് ആസ് നോൺ പോളാർ സ്റ്റേഷനറി ഫേസ്. സോ ഷുഗറുകളെല്ലാം നമ്മൾ ഈ പഠിച്ചിട്ടുള്ള ഷുഗേഴ്സ് എല്ലാം ദേ ഹാവിങ് എ ഫങ്ഷണൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒക്കെ കാണും, ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാണാം, കീറ്റോ ഗ്രൂപ്പ് കാണാം. സോ ദർ ആർ പോളാർ കോമ്പൗണ്ട്സ്. സോ നോർമൽ ഫേസ് പോളാർ ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ഈസ് യൂസ്ഡ്. ഈ നോർമൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഫേസ് മീൻസ് സ്റ്റേഷനറി ഫേസ് പോളാറും മൊബൈൽ ഫേസ് നോൺ പോളാറും ആണെന്നെങ്കിൽ അതിന് നമ്മൾ നോർമൽ ഫേസ് എന്ന് പറയും. ഇനി സ്റ്റെയിനിങ് ഏജൻറ്റ്സ്, നമ്മൾ അമിനോഗ്രാമിന് ഒരൊറ്റ സ്റ്റെയിനിങ് ഏജൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നിൻഹൈഡ്രൻ. ഇവിടെ പല ടൈപ്പ് സ്റ്റെയിനിങ് ഏജൻറ്റ്സ് ഉണ്ട്. ഓരോ എക്സാമ്പിൾ അനലീൻ ഡൈഫിനൈലാമീൻ, വേറെ അനലീൻ ഹൈഡ്രജൻ ഓക്സലേറ്റ്, നാഫ്ത റിസോഴ്സിനോൾ. ഈ അനലീൻ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഷുഗറിനും ഓരോ കളർ ചെയ്യാൻ, ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഓരോ കളർ കൊടുക്കാനുള്ള എബിലിറ്റി ഇതിനുണ്ടാവും. പക്ഷേ വേറൊന്നുണ്ട്, നമ്മൾ യൂണിവേഴ്സൽ സ്റ്റെയിനിങ് ഏജന്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇൻ ക്രോമറ്റോഗ്രാഫി. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ സിൽവർ നൈട്രേറ്റ് ഇൻ അസറ്റോൺ ആൻഡ് എത്തനോളിക് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷുഗറിനും ഒരൊറ്റ ബ്രൗൺ കളറായിരിക്കും തരുന്നത്. അതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ഷുഗറിന് നമ്മൾ സ്റ്റാൻഡേർഡുകൾ യൂസ് ചെയ്യാം. അമിനോ ആസിഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂഷ്വലി അലാനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈലോസ്, ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ലാക്ടോസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഈ ഓരോന്നിൻ്റെയും 10% സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇടുക. അതായത് 100 ml ഐസോപ്രൊപ്പനോൾ വാട്ടർ എടുക്കുക, അതിന് 10 ഗ്രാം സൈലോസ് എടുക്കുക, 10 ഗ്രാം ഫ്രക്ടോസ് ഇടുക, 10 ഗ്രാം ഗ്ലൂക്കോസ് ഇടുക, 10 ഗ്രാം ഗാലക്ടോസ് ആൻഡ് 10 ഗ്രാം ലാക്ടോസ്. ഇത്രയും ഈ 100 ml
ഐസോപ്രോപ്പനിൽ വാട്ടർ മിക്സറിലിട്ട് മിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ഇനി മെത്തഡോളജി ഫോർ പേപ്പർ ക്രോമാറ്റോഗ്രാഫി, അസെൻഡിങ് ആയാലും ശരി ഡിസെൻഡിങ് ആയാലും നമുക്കിവിടെ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ലോ ആർ എഫ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് യൂഷ്വലി അമിനോ ആസിഡുകളെ പോലെ ദൂരെ ഒന്നും സഞ്ചരിക്കത്തില്ല. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ് ആണല്ലോ നമ്മുടെ അമിനോ ആസിഡ് അല്ലെങ്കിൽ അതിൻ്റെ ആർ എഫ് വാല്യൂ എന്ന് പറയുന്നത്. ആർ എഫ് വാല്യൂ കുറവെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ് ഈസ് സൊല്യൂട്ട് ഈസ് വെരി ലെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസെൻഡിങ് ടൈപ്പ് ക്രോമാറ്റോഗ്രാഫി, അതായത് സൊല്യൂഷൻ മോളിലും അത് പേപ്പർ കൂടി ഇതിങ്ങനെ ഭയങ്കര താഴോട്ടാണ് വരുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പുള്ളോടുകൂടി വളരെ പെട്ടെന്ന് വരുന്ന ഡിസെൻഡിങ് ടൈപ്പ് ക്രോമാറ്റോഗ്രാഫിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരാമല്ലോ. പക്ഷേ അതൊരിക്കലും അമിനോ ആസിഡ്സിന് അത് പറ്റത്തില്ല. കാരണം അമിനോ ആസിഡ്സിന് ചിലതൊക്കെ ആർ എഫ് വാല്യൂ വളരെ കൂടുതലാണ്. അതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ നേരം ട്രാവൽ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ, വളരെ പതുക്കെ. സോ ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതുപോലെ തന്നെ സിമിലർ ആണ്. ഫിൽ ദി ക്രോമാറ്റോഗ്രാഫിക് ചേംബർ ടു ഹൈറ്റ് ഓഫ് 2.5 to 3 cm വിത്ത് സോൾവെന്റ് സിസ്റ്റം. ക്ലോസ് ദി ലിഡ് ആൻഡ് ലീവ് ഫോർ 90 minutes ഫോർ ഇക്വിലിബ്രേഷൻ പറ്റി നമ്മൾ പറഞ്ഞു. ഡ്യൂറിംഗ് ദിസ് ടൈം കട്ട് ദി വാൾവ് നമ്പർ 1 or നമ്പർ 4 പേപ്പർ. അവിടെ വളരെ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. ഒരിക്കലും നമ്മുടെ കയ്യിലും എല്ലാം ഷുഗേഴ്സ് വരാം. അപ്പോൾ ആ ഒരു കണ്ടാമിനേഷൻ മാക്സിമം ഒഴിവാക്കണം. അങ്ങനെ ടാങ്കിൻ്റെ ഡയമെൻഷൻസിന് വെച്ച് നമ്മൾ കട്ട് ചെയ്തു. ഇനി സാമ്പിൾ അപ്ലൈ ചെയ്യണം. സോ ഇവിടെയാണ് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. ഡീസാൾട്ടിങ് ഒന്നും നമുക്ക് വേണ്ടി വരത്തില്ല. യൂറിൻ ഡീസാൾട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യം കോമൺ ആയിട്ടില്ല. പക്ഷെ നമ്മൾ സാമ്പിളും സ്റ്റാൻഡേർഡും നമ്മൾ യൂഷ്വലി അപ്ലൈ ചെയ്യണം. ആ ഒരു പേപ്പറിൽ മാർക്ക്ഡ് ഏരിയാസ് കാണും. ഫ്രം ദി ടിപ്പ് ഓഫ് ദി പേപ്പർ ഇറ്റ് ഈസ് യൂഷ്വലി അവേ ഫ്രം 2.5 to 3 cm അവേ ഫ്രം ദി ടിപ്പ് ഓഫ് ദി പേപ്പർ. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. ഈ അപ്ലൈ ചെയ്യുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുതലായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റെഡ്യൂസിങ് ഷുഗറാണ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ലാക്ടോസ്, മാൾട്ടോസ്, ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, അങ്ങനെ ഏതെങ്കിലും ഫ്രക്ടോസ്, അങ്ങനെയുള്ള ഷുഗേഴ്സാണ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബെനഡിക്ട് ടെസ്റ്റ് ആദ്യം ഒന്ന് ചെയ്യും. ബെനഡിക്ട് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയാൽ മാത്രമേ മിക്കപ്പോഴും നമ്മൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ടെസ്റ്റ് ആയിട്ടുള്ള ഈ ക്രോമാറ്റോഗ്രാഫിയിലേക്ക് കടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബെനഡിക്ട് ടെസ്റ്റ് ചെയ്യും. ബെനഡിക്ട് ടെസ്റ്റിൻ്റെ കളർ ബ്ലൂയിഷ് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ റെഡ്യൂസിങ് ഷുഗറിൻ്റെ പെർസെൻറ്റേജ് 0.2 to 0.5% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് സാമ്പിൾ വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. 20 microliter സാമ്പിൾ അപ്ലൈ ചെയ്യും. ഗ്രീനിഷ് യെല്ലോ ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ 0.5 to 1% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 microliter സാമ്പിൾ. യെല്ലോ ടു ബ്രിക്ക് റെഡ് ആണെങ്കിൽ വളരെ ഹൈ കോൺസെൻട്രേഷൻ ഷുഗേഴ്സ് ഉണ്ട്, റെഡ്യൂസിങ് ഷുഗേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1% ആയിരിക്കും റെഡ്യൂസിങ് ഷുഗർ. അവിടെ 5 microliter സാമ്പിൾ അപ്ലൈ ചെയ്യും. സോ സാമ്പിൾ amount of sample to be applied is proportional to the concentration of reducing sugar that present. അതിനുവേണ്ടി നമ്മൾ ബെനഡിക്ട് ടെസ്റ്റ് ചെയ്യും. സോ ഇനി സൂക്രോസ് യൂറിയ ആണെങ്കിൽ അത് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. 10 microliter സാമ്പിൾ ആയിരിക്കും യൂഷ്വലി അപ്ലൈ ചെയ്യുന്നത്. 5 to 10 microliter സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കൂടി അപ്ലൈ ചെയ്യുക. ദെൻ നമ്മുടെ സോൾവെന്റിനെ ഡ്രൈ ഓഫ് ചെയ്യാൻ അനുവദിക്കുക. 18 മണിക്കൂറത്തേക്ക് റൺ ചെയ്യുക. ആഫ്റ്റർ എ കംപ്ലീറ്റ് റൺ റിമൂവ് ദി പേപ്പർ ഫ്രം ദി ടാങ്ക്, ബ്ലോ ഔട്ട് ബിറ്റ്വീൻ ഫിൽറ്റർ പേപ്പർ ആൻഡ് അലോ ദി റിമൈനിങ് സോൾവെന്റ് ടു ഡ്രൈ. അതിനുശേഷം സോൾവെന്റ് ഫ്രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ അമിനോ ആസിഡ് ക്രോമാറ്റോഗ്രാഫിക് പറഞ്ഞ പോലെ മാർക്ക് ചെയ്യുക. ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ്. അതിനുശേഷം സ്റ്റെയിനിങ് ഏജൻസ് സ്പ്രേ ചെയ്യുക. ഇനി ഓരോ സ്റ്റെയിനിങ് ഏജന്റിന്റെയും പ്രൊസീജിയർ ഇങ്ങനെയാണ്. അനലീൻ ഡൈഫിനൈലാമീൻ സ്പ്രേ ചെയ്യുക. അതിനുശേഷം 95 മുതൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക. പെൻഡോസസ് ഗ്രേ ബ്രൗൺ കളർ തരും. ഫ്രക്ടോസും സൂക്രോസും ഒരേ കീറ്റോസസ് ആണല്ലോ, അതെല്ലാം ബ്രൗൺ കളർ തരും. ഗ്ലൂക്കോസും ഗാലക്ടോസും ഗ്രീനിഷ് ബ്ലൂ തരും. ഡൈസാക്രൈഡ്സ് ആയിട്ടുള്ള ലാക്ടോസും മാൾട്ടോസും ബ്ലൂ കളർ തരും. സിൽവർ നൈട്രേറ്റ് സ്റ്റെയിൻ. ഡിപ് ദി പേപ്പർ ഇൻ സിൽവർ നൈട്രേറ്റ് ഫോർ 1 minute. ഡ്രൈ ഇൻ എയർ. ദെൻ ഡിപ്പ് ഇൻ എത്തനോളിക് സോഡിയം ഹൈഡ്രോക്സൈഡ്. എല്ലാ ഷുഗറും ബ്രൗൺ സ്പോട്സ് തരും. ഇനി അനലിൻ ഹൈഡ്രജൻ ഓക്സലേറ്റ്. അഗെയിൻ സ്പ്രേ. Then heat up to 105 degrees Celsius for 5 minutes. Pendosis bright red, fructose faint yellow, glucose and galactose brown, lactose yellow. So ഈ സ്പോട്സ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിറ്റക്ട് ചെയ്യാം. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ഡിറ്റക്ഷൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഷുഗർ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ RF വാല്യൂ. അപ്പോൾ നമ്മൾ ഈ സ്പോട്സ് എല്ലാം മാർക്ക് ചെയ്തു. നമ്മൾ സാമ്പിൾ അപ്ലൈ ചെയ്ത സൈറ്റ് മുതൽ ഈ സ്പോട്ട് വരെയുള്ള ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്തു. That is distance traveled by the solute. Now RF value, distance traveled by the solute divided by distance traveled by the solvent. This RF value is different for different sugars for a solvent system. Then RRF value is calculated. That is RF value of solute divided by RF value of standard into 100. RRF is also unique for sugar. Usually നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. അതിൻ്റെ RF വാല്യൂ 1 ആണ്. ഈ ഒരു മെത്തഡോളജിയിലാണ്
നമ്മൾ ഷുഗറിനെ എല്ലാം ഡിറ്റക്ട് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് സിമിലർ ടു അമിനോ ആസിഡ് ക്രോമറ്റോഗ്രാഫി. അഡ്വാൻറ്റേജ് ലീസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് സിമ്പിൾ പ്രൊസീജിയർ. ഡിസഡ്വാൻറ്റേജ് ലീസ്റ്റ് സെൻസിറ്റീവ് ആണ്. സ്പോട്സ് ഫെയ്ഡ് വിത്ത് ടൈം. റിസോൾവിംഗ് പവർ ഇസ് ലെസ്. ബാക്ക്ഗ്രൗണ്ട് സ്പോട്സ് ആർ ഓഫൻ പ്രൊഡ്യൂസ്ഡ്. സോ ദിസ് ആൾസ് ആൾ അബൌട്ട് ഷുഗർ ക്രോമറ്റോഗ്രാഫി. തിൻ ലെയർ ക്രോമറ്റോഗ്രാഫിയും ചെയ്യാറുണ്ട്, പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ എഴുതണമെന്നില്ല. ദാറ്റ് ഈസ് ആ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട് നമ്മൾ എഴുതിയാൽ മതി. So that's all about sugar chromatography.